Eat your food properly. Eat your food properly. अपना खाना ठीक से खाओ. अपना खाना ठीक से खाओ. ഭക്ഷണം ശരിയായി കഴിക്കൂ. ഇവിടെ ഈറ്റ് എന്നുള്ളതിന് ഹിന്ദിയിൽ ഖാവോ, ഖാവോ, കഴിക്കൂ അല്ലെങ്കിൽ കഴിക്കുക. യു എന്നുള്ളത് നമുക്കറിയാം യുവർ, ആപ്ക അല്ലെങ്കിൽ തുമാര, നിങ്ങളുടെ, താങ്കളുടെ. ഫുഡ്, ഫുഡ് എന്ന് പറഞ്ഞാൽ ഖാന, ഭക്ഷണം, ഖാന, ഭക്ഷണം. പ്രോപ്പർലി, പ്രോപ്പർലി, ടീക്സെ, ടീക്സെ, ശരിയായ വിധത്തിൽ അല്ലെങ്കിൽ വൃത്തിയായി, ശരിയായി, ടീക്സെ. അപ്പോൾ ഇവിടെ ഈറ്റ് യോർ ഫുഡ് പ്രോപ്പർലി, ആപ്ക ഖാന ठीक से खाओ. Do you want more? Do you want more? क्या आपको और चाहिए? क्या आपको और चाहिए? നിങ്ങൾക്ക് ഇനിയും വേണോ അല്ലെങ്കിൽ കൂടുതൽ വേണോ എന്നാണ് ചോദിക്കുന്നത്. ഡു യു വോണ്ട് മോർ? നിങ്ങൾക്ക് ഇനിയും വേണോ? ഡു എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താണ്? കർണ, ചെയ്യുക. ഡു എന്നുള്ളത് കർണ, ചെയ്യുക. ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നതിന് ഡു എന്നാണ് പറയുന്നത്. കർണ, ചെയ്യുക. യു, നീ, നിങ്ങൾ, താങ്കൾ, ഇതൊക്കെ പറയാം. ആപ്പ്, നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ. ഡു യു വോണ്ട്? വോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാഹ്ന, ചാഹ്ന, വേണോ, വേണം. നമ്മൾ ചാഹ്ത, ചാഹ്ന എന്നൊക്കെ പറയുന്നത് ആഗ്രഹിക്കുക. മോർ, അധിക് അല്ലെങ്കിൽ കൂടുതൽ. അപ്പോൾ ഡു യു വോണ്ട് മോർ എന്ന് പറഞ്ഞാൽ നിനക്ക് ഇനിയും വേണോ അല്ലെങ്കിൽ കൂടുതൽ വേണോ, താങ്കൾക്ക് ഇനിയും ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഡു യു വോണ്ട് മോർ, താങ്കൾക്ക് ഇനിയും വേണോ? റീഡ് അലൗഡ്, റീഡ് അലൗഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉച്ചത്തിൽ വായിക്കുക എന്നാണ്. റീഡ് അലൗഡ്. ജോർസെ പഠോ അല്ലെങ്കിൽ ജോർസെ പഠേം, രണ്ടും പറയാം. ജോർസെ പഠോ, പഠേം. ഉറക്കെ വായിക്കൂ, ഉറക്കെ വായിക്കൂ. ജോർസെ പഠോ, റീഡ് അലൗഡ്. റീഡ് എന്നുള്ളതിന് എന്താണ് ഹിന്ദിയിൽ? പഠന, പഠന. റീഡ് എന്നുള്ളതിന് വായിക്കുക, ഹിന്ദിയിൽ പഠന. റീഡ്, പഠന. അലൗഡ്, ജോർസെ, ഉറക്കെ, ഉച്ചത്തിൽ. ജോർസെ, അലൗഡ്, ജോർസെ, ഉച്ചത്തിൽ. അപ്പോൾ റീഡ് അലൗഡ് എന്ന് പറഞ്ഞാൽ എന്തായി? ഉച്ചത്തിൽ വായിക്കൂ, ഉച്ചത്തിൽ വായിക്കൂ. ജോർസെ പഠോ, ഉച്ചത്തിൽ വായിക്കൂ. റീഡ് അലൗഡ്. റൈറ്റ് നീറ്റ്ലി, റൈറ്റ് നീറ്റ്ലി, വൃത്തിയായി എഴുതൂ. റൈറ്റ് നീറ്റ്ലി. സാഫ് സാഫ് ലിഖോ, സാഫ് സാഫ് ലിഖോ, വളരെ വൃത്തിയായി എഴുതൂ. സാഫ് സാഫ് ലിഖേം, വൃത്തിയായി
എഴുതൂ. റൈറ്റ് നീറ്റ്ലി, സാഫ് സാഫ് ലിഖേ. റൈറ്റ് എന്നുള്ളതിന് ലിഖ്ന, ഹിന്ദിയിൽ എന്താ പറയുക, ലിഖ്ന. റൈറ്റ് ലിഖ്ന, എഴുതുക. റൈറ്റ് ലിഖ്ന, എഴുതുക. നീറ്റ്ലി, നീറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, സാഫ് സാഫ്, വൃത്തിയായി. നീറ്റ്ലി, സാഫ് സാഫ് അല്ലെങ്കിൽ സാഫ് സൂത്ര. സാഫ് സൂത്ര ലിഖോ എന്ന് പറഞ്ഞാലും സാഫ് സാഫ് ലിഖോ എന്ന് പറഞ്ഞാൽ എന്താണ്, വൃത്തിയായി എഴുതുമെന്നാണ്. അപ്പോൾ റൈറ്റ് നീറ്റ്ലി, വൃത്തിയായി എഴുതൂ. വൃത്തിയായി എഴുതൂ. സാഫ് സാഫ് ലിഖോ. മെമ്മോറൈസ് ഇറ്റ്, മെമ്മോറൈസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഓർമ്മിച്ച് വയ്ക്കൂ, ഇത് മനഃപ്പാഠമാക്കൂ, ഹൃദിസ്ഥമാക്കൂ. ഇതൊക്കെ എന്താണ്, മെമ്മോറൈസ് ഇറ്റ്, ഓർമ്മിക്കൂ. ഇസെ യാദ് രഖേം, ഇതിനെ ഓർമ്മയിൽ സൂക്ഷിക്കൂ അല്ലെങ്കിൽ മനഃപ്പാഠമാക്കൂ, ഹൃദിസ്ഥമാക്കൂ. ഇസെ യാദ് രഖേം, അത് മനഃപ്പാഠമാക്കൂ. മെമ്മോറൈസ് ഇറ്റ്, ഇസെ യാദ് രഖേം. മെമ്മോറൈസ് എന്ന് പറഞ്ഞാൽ യാദ്, ഓർമ്മ. യാദ്, ഓർമ്മ. മെമ്മോറൈസ്, യാദ്, മനഃപ്പാഠമാക്കൽ അല്ലെങ്കിൽ ഓർമ്മിക്കൽ. ഇറ്റ് എന്ന് പറഞ്ഞാൽ യഹ്, ഇത്. അപ്പം മെമ്മോറൈസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഓർമ്മിക്കൂ, ഇത് മനഃപ്പാഠമാക്കൂ, ഇത് ഹൃദിസ്ഥമാക്കൂ എന്നൊക്കെയായി. മെമ്മോറൈസ് ഇറ്റ്. ഇസെ യാദ് രഖേം, ഇസെ, ഇതിനെ. ഇറ്റ് എന്നുള്ളതിന് ഇസെ യാദ് രഖേം, ഇതിനെ മനഃപ്പാഠമാക്കൂ, ഇതിനെ.